BJPക്കും RSSനുമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീഡിയ നിങ്ങളായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ കാരണന്മാരൊക്കെ കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. BJPനെ പറ്റിയും അല്ലെങ്കിൽ RSSനെ പറ്റിയിട്ടുള്ള ഒരു നെറേഷനാണ് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനെപ്പറ്റി BJPനെ പറ്റിയിട്ട് അല്ല RSSനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് മീഡിയ എങ്ങനെ പറയുന്നത്, അതായത് എന്തുകൊണ്ടാണ് മറ്റ് പാർട്ടികൾ BJPനെ തോൽപ്പിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് ചാടും, BJPനെ തോൽപ്പിക്കണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ BJPനെ എതിർക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് BJP എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാവുന്നത്? ഞാൻ ചോദിച്ച് ഇതുവരെ ഒരു ആളും എൻ്റെ അടുത്ത്, ഒരു ഓപ്പോസിഷൻ ലീഡറും എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി കഴിഞ്ഞിട്ടില്ല. അവർ പറയട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. പറഞ്ഞിട്ടില്ല. ഈ ആർഗ്യുമെൻറ്റ്സ് വരുമല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ BJP ഇവിടെ വളരരുത്, BJP വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, പല മീഡിയക്കാരും പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത് തെറ്റാണ് BJP അന്യമതക്കാരോട് ചെയ്തത്? ആൻസർ മീ, ഐ വിൽ ആൻസർ യു. പല വലിയ വലിയ ആൾക്കാരുടെ അടുത്തും വലിയ വലിയ മാധ്യമപ്രവർത്തകന്മാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ചില മാധ്യമപ്രവർത്തകന്മാർ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആൻസർ ഇല്ല. ഞാൻ പറഞ്ഞു, ആൻസർ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണ് RSS. കാരണം കഴിഞ്ഞ ഒരു 2014 ഞാനൊരു പ്രസംഗം മോഹൻ ഭഗവത്ജിയുടെ കേട്ടിട്ടുണ്ട്. ഡൽഹിയിൽ വലിയൊരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, A Hindu who wants to send out all the other religion from India is not a Hindu. ആരാ പറയാനെന്നറിയോ? RSSൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് പറഞ്ഞാണത്. A Hindu who wants to get out all these religions from India is not a Hindu. പ്രാക്ടിക്കലായിട്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ഒക്കെ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണുന്ന ആരാണ്? ഒന്നോ രണ്ടോ പേരാണല്ലേ, ഒന്നോ രണ്ടോ പേരാണ് ഇത് പറയുന്നത്. ഞങ്ങൾ അപ്പോൾ അതൊന്നും BJPക്കാർ ആവണമെന്നില്ല. BJPയുടെ ലേബലിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ദേ ആർ നോട്ട് റിയൽ BJP ഓർ റിയൽ RSS. ദേ വിൽ നോട്ട് സേ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭഗവത്ജി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യൂണിഫോമിറ്റി ഈസ് നോട്ടഡ് ഫോർ is not needed for unity. ഇതൊക്കെ അദ്ദേഹത്തിന് വായന്ന് വരുന്നതാണ്. യൂണിഫോമിറ്റി ഈസ് നോട്ട് നീഡഡ് ഫോർ യൂണിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മതങ്ങളും ഒന്നാവേണ്ട ആവശ്യമില്ല, എല്ലാ മതങ്ങളും അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള യൂണിറ്റിക്ക് വേണ്ടിയിട്ട് യൂണിഫോമിറ്റിയുടെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് ഓൾ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഇത്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു എനിക്ക് ഒരു മണിക്കൂർ നേരം നേരിട്ടിട്ട് 1-to-1 ഇത് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്തേക്ക് ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അപ്പോൾ ഞാൻ ഈ RSSനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹൗ ആർ യു കണക്റ്റഡ് വിത്ത് RSS എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരും ഏകലവ്യനും തമ്മിലുള്ള ബന്ധമാണ് ഞാനും RSS തമ്മിലെന്ന് പറഞ്ഞു. ഞാൻ RSS അല്ല, പക്ഷേ ഐ ലവ് RSS, ഐ ഫോളോ RSS ഒരിക്കലും ദേ ആർ നോട്ട് എഗൻസ്റ്റ് എനി റിലീജിയസ് അഫിലിയേഷൻ. ഈ എമ്പുരാൻ സിനിമ വന്ന സമയത്തെ RSSന് മുഖപത്രമായ ഓർഗനൈസറിൽ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഉള്ളവർക്കെതിരെയുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അത്തരം നിലപാടുകളോടൊപ്പം എന്താണ്? I am against them. I am totally against them. I am totally against Emburan. Totally against them. It is a nonsense. What is this? They cannot make a film like that. No. That is against India, against the Indianness. It is an anti-national film. അത് ഞാൻ ആരുടെ പറയും? നടന്ന ഒരു സംഭവത്തെ അവർ കാണിച്ചത് നടന്നതല്ലല്ലോ. അത് മാത്രമല്ല, ഇവർ കാണിക്കുന്ന ഫസ്റ്റിൽ അത് കാണിച്ചു, ഫസ്റ്റിൽ ആ സാധനം കാണിച്ചിട്ട് പിന്നെ ഒരു എല്ലാം മറിച്ചല്ലോ.
അത് മാത്രം, അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് അവർ കാണിച്ചത്. നോട്ട് ദ റിയൽ തിങ് വാട്ട് ഹാപ്പൻഡ്. മനസ്സിലായല്ലോ. ഇവർ അരുന്ധതി ദേവി എന്തെങ്കിലുമൊക്കെ പറയുന്നു. അരുന്ധതി ദേവി പറഞ്ഞല്ലോ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ അവിടെ ചവിട്ടി എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ പോലീസ് ഇവരോട് ചോദിച്ചു എവിടെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, ഇഫ് യു ഹാവ് എനി കംപ്ലയിൻറ്റ് ഗീവ് മീ എ കംപ്ലയിൻറ്റ്. ആൻഡ് ഹീ സെഡ് നോ, ഐ ഡോണ്ട് വോണ്ട് ടു കംപ്ലയിൻറ്റ്. വൈ? ഈ വാചകർച്ച മാത്രം പോരല്ലോ, ഇത് അവർ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് ചോദിച്ചു ഇവരുടെ അടുത്ത്, നിങ്ങൾ കംപ്ലയിൻറ്റ് തരൂ, ഞങ്ങൾ അന്വേഷിച്ച് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കാത്തത്? അവർ കംപ്ലയിൻറ്റ് കൊടുത്തത് യു ക്യാൻ സീ ദ റെക്കോർഡ്സ്, യു ക്യാൻ ആസ്ക് എനിബഡി, യു ആർ എ മീഡിയ പേഴ്സൺസ്, യു ക്യാൻ ആസ്ക്. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല, അവരവിടുന്ന് ഓടിപ്പോയി. റൈറ്റ്? ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് മീഡിയ ആയാലും ശരി, ഞാനായാലും ശരി, ആരായാലും ട്രൈ ടു ലവ് ഇന്ത്യ, ട്രൈ ടു ലവ് ഇന്ത്യ. അന്നത്തെ റൈറ്റ്സിൽ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ 7 പേർ കൂടി റേപ്പ് ചെയ്യുകയും അവരെ ജയിലിലടക്കുകയും അവർക്കെതിരെ കേസ് വരികയും അവർക്ക് ശിക്ഷിച്ച് അവർ ജയിലിലായതുമാണ്. അവർ ഈ ഇടയ്ക്ക് ജാഫ്രി കോൺഗ്രസ് എംപിയുടെ അല്ല, അത് പിന്നെ ഇസ്ലാം ജാഫിയെ കൊലപ്പെടുത്തിയ കേസ്, ഇതിന് ശിക്ഷ വിധിച്ചതാണ് കോടതി, അവർ ജയിലിൽ പോയതാണ്. അല്ല, ശിക്ഷ വിധിച്ചുകൊണ്ട് അത് സത്യമാവണമെന്നില്ലല്ലോ. എത്ര കോടതികൾ വിധിച്ചിട്ടുണ്ട്, അതാണ് സത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അവരുടെ പേരെന്തായിരുന്നു ആ സ്ത്രീയുടെ? ഞാൻ പറഞ്ഞേ, അത് എപ്പോഴും നമ്മൾ അന്ന് കാണുന്ന വലിയൊരാൾ ഇങ്ങനെ ഭയങ്കര, അയാളുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, പേടിച്ച് നിൽക്കുന്ന ഒരാളുടെ ഫേസ് വെച്ച്, റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോ. അത് മാനിപ്പുലേറ്റഡ് ആണ്, ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ്. ഇത് നമ്മളാരും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഞാനത് അന്വേഷിച്ചതാണ് ഒരുപാട്. ഞാനിത് അന്വേഷിച്ച് സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്. പക്ഷെ RSSനെ RSS ആണ്, ഞാൻ പറഞ്ഞു RSS ആണെന്ന് ആര് പറഞ്ഞു? അല്ല, മഹാത്മാഗാന്ധിയുടെ അത് കഴിഞ്ഞിട്ട് RSSനെ ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ, അല്ലേ? അല്ല, RSSും ഈ മഹാത്മാഗാന്ധിയുടെ ഇതും എന്താണ്, അത് കോടതി തന്നെ ഇല്ലാണ്ടാക്കിയല്ലേ. ഇപ്പോൾ കോടതിയുടെ കാര്യം പറഞ്ഞല്ലോ, RSSും മഹാത്മാഗാന്ധിയുടെ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് കോടതി തള്ളിയ കേസാണത്. ഇത് ആ ഗോഡ്സെയുടെ ഒരു പേഴ്സണൽ ഇതാണ്, അയാളുടെ ഒരു പാട്രിയോട്ടിസം. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് RSS ഓർ ഹിന്ദു മുന്നണി, ഒന്നുമല്ല. അത് പാട്രിയോട്ടിസം ആണെന്നാണോ സർ വിശ്വസിക്കുന്നത്? അത് പാട്രിയോട്ടിസം, അയാളുടെ സെൽഫിഷ് പാട്രിയോട്ടിസം, അയാളുടെ സെൽഫിഷ് പാട്രിയോട്ടിസം. അത് ഞാൻ അംഗീകരിക്കല്ല, ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു 4-5 വ്യക്തികൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഓർഗനൈസേഷൻ്റെ മേത്ത് ഇടുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ ഇപ്പോഴും പറയും, ആരടുത്തും പറയും. ഗോത്രയിലെ റേപ്പ് കേസ് നമ്മൾ പറഞ്ഞല്ലോ, ബിൽക്കിസ് ബാനു എന്നാണ് അവരുടെ പേര്. അത് നടന്നിട്ടില്ല എന്നാണോ സാറിന്റെ വിശ്വാസം? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ നടന്നു കാണും, പക്ഷെ അതിൻ്റെ എക്സ്പെക്റ്റ് അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതാരും പറയുന്നില്ലല്ലോ. സിനിമ പാർഷ്യലായി കാണിച്ചു എന്നാണ് അപ്പോൾ പറയുന്നത്. യെസ് എമ്പുരാൻ അത് പാർഷ്യാലിറ്റി കാണിച്ചു, പാർഷ്യാലിറ്റി കാണിച്ചു അതിനകത്ത്. ഇത് രണ്ടും കാണിക്കേണ്ടതായിരുന്നു, ഇത് രണ്ടും കാണിച്ചില്ല. അവിടെ ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ടല്ലോ, 25% ഹിന്ദുക്കൾ കൊന്നിട്ടുണ്ടല്ലോ. അവരും കാണിക്കുന്നില്ല. അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ മാത്രം കൊന്നു എന്നാണ് എല്ലാ മീഡിയകളും പറയുന്നത്, എസ്പെഷ്യലി കേരളത്തിലെ മീഡിയാസ്. അതങ്ങനെ പറയാം. അങ്ങനെ ആവരുതല്ലോ. മീഡിയ ഷുഡ് ബി ന്യൂട്രൽ, മീഡിയ ഷുഡ് ബി ന്യൂട്രൽ. അല്ലാതെ എന്തെങ്കിലും ഏതോ പണ്ടാരോ കൊണ്ട് പറഞ്ഞ പോലെ ആ ഒരു ശത്രുത വെച്ചിട്ട് മീഡിയ ഷുഡ് നോട്ട് പെർഫോം. ഐ ആം എഗൻസ്റ്റ് ദാറ്റ്. ഐ റെസ്പെക്ട് മീഡിയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നിങ്ങളാണ് കണക്റ്റിംഗ് ദി പീപ്പിൾ വിത്ത് ദി പൊളിറ്റിക്സ്. നിങ്ങൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ യു ഷുഡ് എൻക്വയർ, യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്, ദെൻ യു റിപ്പോർട്ട്. Am I right? Yeah. സിനിമയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കുറച്ച് ആർട്ടിസ്റ്റിക് ലിബർട്ടി എടുക്കാൻ സിനിമയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? എല്ലാ സിനിമയും അല്ലല്ല, നുണ പറയരുതല്ലോ, നുണ പറയരുത്. ദാറ്റ് എഗൻസ്റ്റ് ഇന്ത്യ. ഇന്ത്യക്കെതിരായിട്ട് പറയാൻ പാടില്ല. ഒരു പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയാണോ? പാർട്ടി ഏതാണ് ഉദാഹരണം പറയും? പാർട്ടിക്ക് എഗൻസ്റ്റ് അല്ല, ഇപ്പോ എംപുരാനിൽ തന്നെ കാണിക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്ന ഒരു സംഭവത്തെ അവർ വേറെ രീതിയിൽ കാണിച്ചു, അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ല. നോ 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 ഐ ആം എഗൻസ്റ്റ് ഇറ്റ്. ബാക്കി ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തല്ലോ, ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്.
ഇറ്റ്സ് എ ക്രൂവൽ തിങ് ഡൺ എഗൻസ്റ്റ് ഇന്ത്യൻനെസ്, നാഷണാലിറ്റി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു കൺട്രിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഇപ്പോൾ ഈ മോഡിജി വന്നല്ലോ, ട്രംപ് പോലെയുള്ള ഓരോ ഡിക്റ്റേറ്ററിന് എഗൻസ്റ്റ് US എഗൻസ്റ്റായിട്ട് സ്ട്രോങ് നിലപാടെടുക്കാൻ പറ്റിയ ഒരു ഇന്ത്യയായിട്ട് വളർന്നിരിക്കുന്നു നമ്മൾ. വി ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ അമേരിക്ക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ എടുത്തോളൂ എന്നല്ല പറയാനുള്ളത്? ഇപ്പോൾ അത് ദർ ഇസ് എ പ്രൈം മിനിസ്റ്റർ ഹു സേ നോ ടു ട്രംപ്. ഇസ് ഇറ്റ് നോട്ട് അപ്രീഷിയബിൾ? നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ? നമ്മൾ സൈഡ് എടുക്കാത്ത ഒരു രാജ്യമായിരുന്നില്ലേ ഏത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നോൺ അലയൻ കൺട്രി ആണല്ലോ. ഒരു ശക്തിക്കും സൈഡ് കൊടുക്കാൻ അല്ല, നോൺ അലയൻസ് പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. യെസ്, കറക്റ്റ്. കാരണം വെച്ചാൽ ഇപ്പോൾ യു ട്രൈ ടു സ്റ്റഡി അബൌട്ട് US അമേരിക്ക, മനസ്സിലായില്ലേ? അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതേവരെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളൂ, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ട്രംപിൻ്റെ ഈ ഫൂളിഷ്നെസ് കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഡിസാസ്റ്റർ ഉണ്ട്. ഇറ്റ്സ് എ ഡിസാസ്റ്റർ. ഇറ്റ് മേ എഫക്ട് ദി development programs of India, but we have to take it as a challenge. We have to take it as an opportunity. എന്തെങ്കിലും നമുക്കൊരു ഡിസാസ്റ്റർ വരുമ്പോഴാണ് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ഇതാവാൻ പോകുന്ന സമയത്ത് വി ഹാവ് ടു ടേക്ക് സം സ്റ്റേൺ സ്റ്റെപ്സ്. അവർ ഉടനെ തന്നെ GSTയുടെ ഇത് കുറച്ചല്ലോ. അത് ഇന്ത്യൻ്റെ ലോക്കൽ മാർക്കറ്റ്. ഇന്നത്തെ പേപ്പർ വായിച്ചു നോക്കും നിങ്ങൾ, എല്ലാ സാധനങ്ങൾക്കും വില കുറഞ്ഞു. നമ്മളെ ഈ സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വില ഹാസ് കം ഡൗൺ. അത് അപ്രീഷിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ ബൈ മോഡി ഇറ്റ് ഇസ് റോങ്. അത് പറയുന്നത് ശരിയല്ല. തിരിച്ച് സിനിമയിലേക്ക് വരുവാണെങ്കിൽ തിരിച്ച് സിനിമ അപ്പം എന്നെ വിടാൻ പരിപാടിയില്ല. ഇനിയുള്ള സിനിമ പ്ലാനുകൾ എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ? ഞാനിപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുമ്പ് ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു സംവിധായകൻ്റെ ഒരു സംഗതി ഉള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു സംവിധായകനാവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാനൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ വോണ്ട് ടു ഡിറക്റ്റ് എ ഫിലിം ആൻഡ് ഐ വിൽ ഡിറക്റ്റ് എ ഫിലിം. ദാറ്റ്സ് ഇറ്റ്. അത് എൻ്റെ അടുത്ത ഒരു ഫ്യൂച്ചർ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അതാണ്. നല്ലൊരു വലിയ പടമായിരിക്കും, ഒരു നാഷണൽ ലെവലിലുള്ള